മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ നടൻ മധുവിന് എന്യൂമറേഷൻ ഫോം കൈമാറുകയാണ്. പുതുക്കുന്ന പ്രക്രിയ നടക്കുകയാണ്. ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ വോട്ടർ പട്ടികയെക്കുറിച്ച് വളരെ പരാതിയിലുള്ള ഈ സമയത്ത് ഈ പുതിയ ഫോമിൽ എല്ലാവരും ഒപ്പിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ശുദ്ധീകരണമായിരിക്കും. ആ ക്രിയയിൽ വോട്ടുള്ള എല്ലാവരും പങ്കെടുക്കേണ്ടതൊരു ആവശ്യമാണ്, ചെയ്യേണ്ടതൊരു കടമയാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് മുതിർന്നവരോടാണ്. അവർക്ക് ഇതിലൊന്നും യാതൊരു താല്പര്യമില്ലാത്ത പോലെ അവർക്കൊന്നും ചെയ്യാനില്ലാത്ത ഭാവമുള്ള കുറേ പേരെങ്കിലും ഉണ്ട്. അവരോടും ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, ഈ പ്രക്രിയയിൽ പങ്കെടുക്കണം, സഹകരിക്കണം. നാട്ടിന് നല്ലതാണ്, നമുക്ക് നല്ലതാണ്. ഓക്കെ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിവരശേഖരണം ഇന്ന് സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോം പ്രഗത്ഭരായ മനുഷ്യരുടെ, പ്രശസ്തരായ ആളുകളുടെ വീടുകളിൽ കൈമാറുന്ന ഒരു ചടങ്ങുണ്ട്. അത് എല്ലാ വീടുകളിലും കൈമാറും. അത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രമുഖരായ വ്യക്തികളെ കൂടി ഇന്ന് ഈ ആദ്യ ദിവസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളത് കോഴിക്കോട് കണ്ടു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇതാ മധുവിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന് എന്യൂമറേഷൻ ഫോം കൈമാറിയിരിക്കുകയാണ്. നാടിന് ആവശ്യമുള്ള കാര്യമാണ് വോട്ടർ പട്ടിക പരിഷ്കരണം. വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകളുണ്ട്, അത് പരിഹരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. പ്രായമുള്ള മനുഷ്യർക്കൊക്കെ ഇതൊരു മാതൃകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഹാൻസ് ചേരുന്നു വിവരങ്ങളുമായി. ഹാൻസ്, ചലച്ചിത്ര നടൻ മധുവിന്റെ വീട്ടിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കൊപ്പം ആരൊക്കെയാണ് എത്തിയിരിക്കുന്നത്? ഉദ്യോഗസ്ഥരോട് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്? അദ്ദേഹം ഇതിനെ ഒരു സന്ദേശമായി തന്നെ ഇത് പറയുകയാണ്, ഇതിനോട് എല്ലാവരും സഹകരിക്കണമെന്ന്, അല്ലേ? തീർച്ചയായും ലക്ഷ്മി, അല്പസമയം മുമ്പാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറിന്റെ നേതൃത്വത്തിലുള്ള അധികൃതർ ഈ മധുവിന്റെ, തിരുവനന്തപുരത്തുള്ള മധുവിന്റെ ഓഫീസിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന് ഈ എന്യൂമറേഷൻ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്യൂമറേഷൻ ഫോം കൈമാറി. ഈ സ്ഥലത്തെ BLOയും ഒപ്പമുണ്ടായിരുന്നു. എന്യൂമറേഷൻ ഫോം നൽകി അദ്ദേഹം കൈപ്പറ്റുകയും ചെയ്തു. ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ എല്ലാവരും പങ്കാളികളാവണം എന്നുള്ള ഒരു സന്ദേശമാണ് നടൻ മധുവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം ഇതൊരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ശുദ്ധീകരണത്തിന്റെ പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ നാടിന് വേണ്ടി എല്ലാവരും, എല്ലാ ജനങ്ങളും ഈ പ്രക്രിയയിൽ ഉൾപ്പെടണം, പങ്കാളികളാവണം എന്നുള്ളൊരു പ്രതികരണമാണ് മധുവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ പുറത്തേക്കിറങ്ങും. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഈ SIR നടപടികളുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് സംസ്ഥാനത്തുടനീളം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് സംസ്ഥാനത്തുടനീളമുള്ള പ്രമുഖർക്കും ജനങ്ങൾക്കും ഈ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്നത്. ലക്ഷ്മി, ഹാൻസ് ജോൺ ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.